ഇന്ന് ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റി ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് കോസസ് ഓഫ് മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാം. നമുക്ക് ചോദിച്ചിട്ടൊന്നുമില്ല അങ്ങനെ, എന്നാലും ജസ്റ്റ് കോസസ് പറയാം. നമുക്ക് മൂന്നിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രീ ടെസ്റ്റിക്കുലർ കോസസ്, ടെസ്റ്റിക്കുലർ കോസസ്, പോസ്റ്റ് ടെസ്റ്റിക്കുലർ ഓർ ഒബ്സ്ട്രക്റ്റീവ് കോസസ്. അപ്പോൾ ജസ്റ്റ് പ്രീ ടെസ്റ്റിക്കുലർ കോസസ് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും ഹൈപ്പോഗൊണഡോട്രോപിക് ഹൈപ്പോഗൊണഡിസം ആണ്. നമ്മൾ കാൽമാൻ സിൻഡ്രോം പഠിച്ചില്ലേ നേരത്തെ ക്ലാസ്സിലൊക്കെ? മെയിനായിട്ട് അതാണ് പറയുന്നത്. അക്വയർഡ് ആകാം, ജനറ്റിക് ആകാം. അതിൽ മെയിനായിട്ട് കാൽമാൻ സിൻഡ്രോം. പിന്നെ ടെസ്റ്റിക്കുലർ കോസ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറ്റിക് കോസസിലെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, പിന്നെ ക്രിപ്റ്റോകിഡിസം, ടെസ്റ്റിക്കുലർ ട്രോമ, ടോർഷൻ ടെസ്റ്റിസ്, ഇൻഫെക്ഷൻസ്, പിന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ, പിന്നെ വെരിക്കോസിൽ, ഇമ്യൂണോളജിക്കൽ, ഇഡിയോപ്പത്തിക്. പിന്നെ പോസ്റ്റ് ടെസ്റ്റിക്കുലർ കോസസ്, ഒബ്സ്ട്രക്റ്റീവ് കോസസ് എന്ന് പറയുന്നത് കൺജനിറ്റൽ ആബ്സെൻസ്, ബൈലാറ്ററൽ ആബ്സെൻസ് ഓഫ് വാസ് ഡിഫറൻസ്, CBAVD എന്ന് പറയും. പിന്നെ ഒബ്സ്ട്രക്ഷൻ ഓഫ് വാസ് ഓർ എപ്പിഡൈഡമിസ് ബൈ ട്യൂബർകുലോസിസ്, STD അങ്ങനത്തെ ഇൻഫെക്ഷൻസ് കാരണം. പിന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ്, കാർട്ടാജിനസ് സിൻഡ്രോം, യോങ് സിൻഡ്രോം. ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, അതാണ് നോട്ട്സ് ഒന്നും കാണിക്കാത്ത. ഓക്കെ, കാണുന്നുണ്ടോ? കാണാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളത് നോർമൽ സെമിനൽ ഫ്ലൂയിഡ് അനാലിസിസ് ആണ്. അത് ജസ്റ്റ് ഒന്നുമില്ല, കാണാതെ പഠിക്കാനേ ഉള്ളൂ കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ വോളിയം ഷുഡ് ബി മോർ ദാൻ, നോർമൽ വാല്യൂ ഷുഡ് ബി മോർ ദാൻ 2 ml. പിന്നെ pH എന്തായാലും ആൽക്കലൈൻ pH നമുക്കറിയാലോ, സെമൈനൽ വെസിക്കിൾസ് എന്നുള്ള സെക്രീഷൻസ് ഒക്കെ വന്നിട്ട് ആൽക്കലൈൻ pH ആയിരിക്കും. 7.2 to 8.0 ആണ്. പിന്നെ സ്പേം കോൺസെൻട്രേഷൻ ഷുഡ് ബി മോർ ദാൻ 20 million/ml. പിന്നെ സ്പേം മോട്ടിലിറ്റി within 60 minutes of ejaculation should be 50, at least either should be more than 50%, more than 50% should be progressive, അല്ലെങ്കിൽ more than 25% should be rapidly progressive. ഈ മോട്ടിലിറ്റി ഓഫ് സ്പെർമറ്റോസോം 4 ടൈപ്പ് പറയുന്നുണ്ടെന്ന് വെച്ചാൽ, എനിക്ക് റാപ്പിഡ്ലി പ്രോഗ്രസീവ്, മോട്ടൈൽ ബട്ട് നോട്ട് പ്രോഗ്രസീവ്, നോൺ മോട്ടൈൽ. അതിൽ അറ്റ്ലീസ്റ്റ് 50% പ്രോഗ്രസീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 25% എങ്കിലും റാപ്പിഡ്ലി പ്രോഗ്രസീവ് ആയിരിക്കണം. പിന്നെ മോർഫോളജി നോക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 30% ഓഫ് സ്പേം ഷുഡ് ഹാവ് നോർമൽ മോർഫോളജി. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് നോക്കുമ്പോൾ ലെസ് ദാൻ 1 million/ml ആയിരിക്കണം. ഇതാണ് നോർമൽ സെമിനൽ ഫ്ലൂയിഡ് അനാലിസിസ്. കാണാതെ പഠിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് വരുന്ന കുറേ ടേംസ് ആണ് അടുത്തത്. നമുക്ക് ഒരെണ്ണം ചോദിച്ചിട്ടുള്ളത് ഒളിഗോസൂസ്പെർമിയാണ്. അതിൻ്റെ റെഡ്യൂസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് സ്പേംസ് ഇൻ സീമൻ ഇസ് കോൾഡ് ആസ് എന്ന് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒളിഗോസൂസ്പെർമിയാണ് അത്. അപ്പോൾ അതിൽ അങ്ങനത്തെ കുറേ ടെർമിനോളജി, ഇപ്പോൾ ഏതെങ്കിലും ചോദിക്കാമല്ലോ, അപ്പം അങ്ങനത്തെ കുറേ കോമൺ ടെർമിനോളജീസ് ആണത്. നോമോസൂസ്പെർമിയ എല്ലാം നോർമലാണ്. ഒളിഗോസൂസ്പെർമിയ മീൻസ് റെഡ്യൂസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് സ്പേംസ് ഇൻ സെമൈനൽ ഫ്ലൂയിഡ്. അപ്പം അതിന് ഗ്രേഡ് ചെയ്യാം. മൈൽഡ് ടു മോഡറേറ്റ് മീൻസ് 5 to 20. നോർമൽ അറിയാലോ 20 ആണെന്ന് പറഞ്ഞല്ലോ, 20 million ആണ് നോർമൽ, മോർ ദാൻ 20 million ആണ്. അപ്പം മൈൽഡ് ടു മോഡറേറ്റ് മീൻസ് 5 to 20 million/ml. സിവിയർ മീൻസ് ലെസ് ദാൻ 5 million/ml. പിന്നെ അസ്തനോസൂസ്പെർമിയ മീൻസ് റെഡ്യൂസ്ഡ് സ്പേം മോട്ടിലിറ്റി. ടെററ്റോസൂസ്പെർമിയ മീൻസ് ഇൻക്രീസ്ഡ് മോർഫോളജിക്കലി അബ്നോർമൽ ഫോംസ് ഓഫ് സ്പേം. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് എടുത്തത്, ഒളിഗോ എസ്തനോ ടെററ്റോസൂസ്പെർമിയ. ഈ മൂന്നെണ്ണത്തിൻ്റെ റെഡ്യൂസ്ഡ് കോൺസെൻട്രേഷൻ, റെഡ്യൂസ്ഡ് സ്പേം മോട്ടിലിറ്റി, ഇൻക്രീസ്ഡ് അബ്നോർമൽ ഫോംസ് ഓഫ് സ്പേം. അസൂസ്പെർമിയ മീൻസ് ദർ ഇസ് നോ സ്പേം ഇൻ സീമൻ. പിന്നെ ഏസ്പെർമിയ മീൻസ് സിമനെ ഇല്ല, എജാക്കുലേഷൻ ഫെയിലർ ആണ്, നോ സിമൻ അറ്റ് ഓൾ. പിന്നെ ഒളിഗോസ്പെർമിയ മീൻസ് റെഡ്യൂസ്ഡ് സീമൻ വോളിയം. ഒളിഗോസൂസ്പെർമിയ മീൻസ് സീമനിൽ സ്പേമിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഒളിഗോസ്പെർമിയ മീൻസ് സെമൻ വോളിയമേ കുറവാണ്. ഓക്കെ. പിന്നെ ലൂക്കോസൈറ്റോസ്പെർമിയ മീൻസ് ഇൻക്രീസ്ഡ് വൈറ്റ് സെൽ കൗണ്ട്. നോർമൽ ലെസ് ദാൻ 1 million ആണ്, അതിനേക്കാളും കൂടുവാണെങ്കിൽ. പിന്നെ നെക്രോസോസ്പെർമിയ മീൻസ് ഓൾ സ്പേംസ് ആർ നോൺ വയബിൾ. പിന്നെ ഓഡ് സിൻഡ്രോം സെയിം തന്നെയാണെന്ന് തോന്നുന്നു, ഒളിഗോ എസ്തനോ ടെററ്റോസൂസ്പെർമിയ, ആ മൂന്നിൻ്റെ കോമ്പിനേഷൻ. ഇതാണ് ഇത്. മിക്കവാറും 1 മാർക്കിന് ഏതിലാണ് ചോദിക്കും. അടുത്തത് ഷോർട്ട് നോട്ട്, ഇൻട്രായൂട്രിൻ ഇൻസെമിനേഷൻ 4 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രോസസ്ഡ് സെമൻ ഇൻ ദ യൂട്രീൻ ക്യാവിറ്റി അറൌണ്ട് ദ ടൈം ഓഫ് ഓവുലേഷൻ. ഓക്കെ, ഡെഫിനേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ലൈൻ തെറാപ്പി ഫോർ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, മൈൽഡ് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ആൻഡ് മൈൽഡ് എൻഡോമെട്രിയോസിസ്. ഓക്കെ, ഈ മൈൽഡ് പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇൻക്രീസസ് ഇൻ ഇതിൻ്റെ ആ പ്രോസസ്സിങ് കാരണം ഇറ്റ് ക്യാൻ ഇൻക്രീസ് നമ്പർ ഓഫ് മോട്ടൈൽ സ്പേംസ് ആൻഡ് ഇറ്റ് ക്യാൻ ബൈപ്പാസ് സർവൈക്കൽ ഫാക്ടർ. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇൻഡിക്കേഷൻസിൽ പറയാം. അൺഎക്സ്പ്ലെയിൻ ഫെർട്ടിലിറ്റി നമുക്ക് കോസ് അറിയത്തില്ല. മൈൽഡ് മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇതിൽ പറയുന്ന
ഒളിഗോസൂസ്പെർമിയ, അസ്തനോസൂസ്പെർമിയ അതൊക്കെയാണ്. കാരണം സിവിയർ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ, സിവിയർ മെയിൽ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ നമ്മൾ IVFും ഒക്കെ ചെയ്യുന്നത്. മൈൽഡ് മെയിൽ ഇൻഫെർട്ടിലിറ്റി ആണ് ഇൻട്രയൂട്രിൻ ഇൻസെമിനേഷൻ ചെയ്യുന്നത്, IUI. പിന്നെ ഇമ്പോർട്ടൻസ് ഇജാക്കുലേഷൻ ഫെയിലിയർ, പ്രിമച്യൂർ ഇജാക്കുലേഷൻ, റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ, പിന്നെ ഹൈപ്പോസ്പീരിയാസിസ്, ഇമ്യൂണോളജിക്കൽ ആൻഡ് സർവൈക്കൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞത്. ആന്റിസ്പെർമൽ ആന്റിബോഡീസ്, സർവൈക്കൽ മ്യൂക്കസ്. അപ്പോൾ ഇത് ആ സർവൈക്കൽ ഫാക്ടറിനെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഉപയോഗിക്കും. ഇതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സർവൈക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേറൊരു കണ്ടീഷൻ, ഫ്രീസസ് സീമൻ ഇൻ കേസ് ഇപ്പോൾ ഹസ്ബൻഡ് ഇസ് എ ഫ്രീക്വന്റ് ട്രാവലർ. അപ്പം ഇത് IUI ചെയ്യേണ്ടത് ഓവേഷൻ്റെ സമയത്താണ്. അപ്പോൾ അതിന് പറ്റുന്നില്ലെങ്കിൽ സീമൻ എടുത്ത് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ ചെയ്യണം ഹസ്ബൻഡിന് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതെന്തായാലും എഫക്റ്റ് ചെയ്യുമല്ലോ, ഫെർട്ടിലിറ്റീനെ, മെയിൽ ഫെർട്ടിലിറ്റീനെ എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുന്നേ സീമൻ എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇതിന് കീമോയ്ക്കൽ അടിക്കും പോവാം അങ്ങനെ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ നിന്ന് ചെയ്യത്തിലായിരിക്കും XY ഫ്രാക്ഷനേഷൻ. ഇത് ആക്ച്വലി ഇൻഡിക്കേഷൻസ് ഷോസി നിർത്തിയാണ്, നമ്മുടെ ഇതിനകത്ത് ശീലയ്ക്കകത്തില്ല. XY ഫ്രാക്ഷനേഷൻ ഓഫ് സ്പെർംസ് ഫോർ സെക്സ് സെലക്ഷൻ. പിന്നെ ജനറ്റിക് ക്രോമസോം ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്, ജനറ്റിക്കലി അത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ HIV പോസിറ്റീവ് മീൽസിലാണെങ്കിൽ ചെയ്യാം. ഓക്കെ, പ്രൊസീജിയർ ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് പ്രൊസീജിയർ involves placement of at least 0.3 to 0.5 ml of washed, processed and concentrated sperm into intrauterine cavity by means of transcervical catheter. Okay. പിന്നെ ഈ വാഷ് ചെയ്യുന്നതിന് വെച്ചാൽ ഇറ്റ് വിൽ റിമൂവ് ദ സെമൈനൽ പ്ലാസ്മ ആൻഡ് ഐസൊലേറ്റ് പ്യുവർ സ്പെർം. വാഷ് ചെയ്യുമ്പോഴത്തേക്കും വാഷ് ചെയ്യാണ്ട് ഇൻജക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ സിവിയർ ക്രാമ്പിംഗ്. പ്രോസ്റ്റഗ്ലാൻഡിൻസ് കാണുമല്ലോ, വാഷ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് പോകും. അപ്പം വാഷ് ചെയ്യാണ്ട് ഇൻസെമിനേറ്റീവ് ആണെങ്കിൽ പ്രോസ്റ്റഗ്ലാൻഡിൻസ് കാണും, ക്രാമ്പിംഗ് ഉണ്ടാകും യൂട്രസിൽ. ഓക്കെ. പിന്നെ അഡീഷണൽ മെത്തേഡ്സ് ടു ഇംപ്രൂവ് സ്പെർം മോട്ടിലിറ്റി ആർ സെൻട്രിഫിക്കേഷൻ ത്രൂ ഡെൻസിറ്റി ഗ്രേഡിയൻസ് അല്ലെങ്കിൽ സ്പെർം മൈഗ്രേഷൻ മെത്തേഡ്. എന്താ എനിക്കറിയത്തില്ല, രണ്ട് മെത്തേഡ്സ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈമിംഗ് പറയുന്നത് 34 അറൌണ്ട് ടൈം ഓഫ് ഓവുലേഷൻ ആണ്, 34 to 36 hours ആഫ്റ്റർ HCG ഇഞ്ചക്ഷൻ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കൺസെപ്ഷൻ്റെ ചാൻസസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഫീമെയിലിന് സൂപ്പർ ഓവുലേഷൻ നടത്താം. അതായത് ഗൊണാട്രോപ്പിൻസ് കൊടുത്തിട്ട് സൂപ്പർ ഓവുലേഷൻ നടത്താം. അപ്പോൾ കുറെ കൂടി ചാൻസസ് കൂടും കൺസെപ്ഷൻ്റെ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ വിത്തിൻ 90 minutes ഓഫ് കളക്ഷൻ ഓഫ് സീമൻ ഫോർ ഒപ്റ്റിമം റിസൾട്ട്സ്. നമ്മളിതൊരു 3 to 6 സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഓരോ ഓവുലേഷനിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ, കൺസെപ്ഷൻ നടക്കുന്നില്ലെങ്കിൽ വിൽ മൂവ് ടു IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്ന് പറയും, അത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ടെക്സ്റ്റ് സെലക്ഷത്തിന് അത്രയും ഇല്ല. ഓക്കെ, ഒരു പോയിന്റ് കൂടിയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഡോണർ ചെയ്യാം. അതിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് അസൂസ്പെർമിയ എന്തായിരുന്നു നേരത്തെ കണ്ടില്ലേ? അസൂസ്പെർമിയ അതാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ പേഷ്യൻസിന് അപ്പം ആർട്ട് മീൻസ് ഈ IVFും ICS ഒക്കെ വരുന്നതാണ് ആർട്ട് എന്ന് പറയുന്നുണ്ട്. ആർട്ട് മേ ബി ചിലപ്പോൾ പോസിബിൾ അല്ല, അല്ലെങ്കിൽ അഫോർഡബിൾ അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം, ഡോണറിനെ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ്, ഒരു ജനറ്റിക് ഡിസീസ് ഇൻ ഹസ്ബൻഡ് ലൈക്ക് ഹോമോസൈഗസ് RH നെഗറ്റീവ് ഒക്കെയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ. പിന്നെ ക്രോണിക് ഇൽ ഹെൽത്ത് ആൻഡ് ഡിസീസ് ജസ്റ്റ് ഇൻഡിക്കേഷൻസ് പറയുന്നുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാനാണെങ്കിൽ IUIയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഡോണർ ചെയ്യാനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻട്രയൂട്രൈൻ ഇൻസെമിനേഷൻ IUI ഷോർട്ട് നോട്ട് ഫോം മാർക്സിനുള്ള. അടുത്തൊരു ഷോർട്ട് നോട്ട്, ആക്ച്വലി ഈ ഇൻഡിക്കേഷൻസ് ഓഫ് IVF നമ്മുടെ ടെക്സ്റ്റിൽ വലുതായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഞാൻ ഇൻഡിക്കേഷൻസ് ഈ ഷോർട്സിൽ നിർത്തിയാണ്. 4 മാർക്സിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും ചിലപ്പോൾ ഓരോ പോയിന്റ് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയായിരിക്കും, ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് അഗൈൻ ഇഡിയോപ്പത്തിക് ഓർ അൺഎക്സ്പ്ലെയിൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി, കോസസ് അറിയില്ല. പിന്നെ സെക്കൻഡ് വൺ ഇമ്യൂണോളജിക്കൽ ഫാക്ടർ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഈ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എടുത്തില്ലേ നേരത്തെ? ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി? ഓരോ പോയിന്റ് ഓരോ കോസസ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ട്യൂബോ ഓവേറിയൻ ഫാക്ടർ എടുത്ത് അതേപോലെ ഓവുലേഷന്റെ ഫാക്ടർ എടുത്തായിരുന്നു. വേറെ അത് രണ്ടും. ഓക്കെ, ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് എടുത്തിട്ടില്ലേ? സർവൈക്കൽ മ്യൂക്കസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അത് ഓവുലേഷന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഹലോ പറഞ്ഞോ. ഹലോ
കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ അതിൽ ഫീമെയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞത് സെർവിക്കൽ മ്യൂക്കസ് ചിലപ്പം ഹോസ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ സെർവിക്സിൽ ആൻറ്റിബോഡീസ് കാണും, അങ്ങനെയൊക്കെ. പിന്നെ ബ്ലോക്ക്ഡ് ഫെലോപ്പിയൻ ട്യൂബ്സ് ഓർ ഫെയിൽ ട്യൂബൽ സർജറി. ആക്ച്വലി ആദ്യമൊക്കെ IVF ചെയ്യുന്നത് ഇതിന് മാത്രമായിരുന്നു, ഈ ഫെലോപ്പിയൻ ട്യൂബിന് എന്തെങ്കിലും പ്രോബ്ലം മാത്രമായിരുന്നു. പിന്നെ ഇൻഡിക്കേഷൻസ് ബ്രോഡൻ കൂടാൻ തുടങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫെയിൽഡ് ഇൻട്രായൂട്രിൻ ഓർ ഫെലോപ്പിയൻ ഇൻസെമിനേഷൻ, അത് 3 to 6 സൈക്കിൾസ് ചെയ്തിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ IVF. പിന്നെ മൈൽഡ് എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ, അബ്നോർമൽ സീമൻ ഫൈൻഡിങ്സ്, നേരത്തെ പറഞ്ഞ പോലത്തെ ഫൈൻഡിങ്സ്, ഈ ഒളിഗോസൂസ്പെർമിയ, അതൊക്കെ ART നമുക്ക് ART എന്ന് വെച്ചാൽ എന്താ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. അത് ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ചോദിച്ചിട്ട് ലിസ്റ്റ് പറയാനാണെങ്കിൽ, it's laboratory preparation and handling of gametes and bringing them closer to enhance fertilization. ഇതിൽ ജസ്റ്റ് ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ആർട്ടിൽ നമ്മൾ എന്താ ഈ ഊസൈറ്റിൻ്റെ ഹാൻഡ്ലിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻട്രായൂട്രിൻ ഇൻസെമിനേഷൻ ആർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അതിൽ നമ്മൾ ഊസൈറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ARTയിൽ ഊസൈറ്റിനെയും മെയിൽ ഗമീറ്റിനെയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇൻട്രായൂട്രിൻ ഇൻസെമിനേഷനിൽ ഫീമെയിൽ ഗമീറ്റിനെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ ARTയിൽ പെടുത്തത്തില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കി അബ്നോർമൽ സിമൻ ഫൈൻഡിങ്സ് ഒക്കെ പറഞ്ഞ പോലെ ഈ ഇതൊക്കെയായിരുന്നു, ഒളിഗോസൂസ്പെർമിയ അങ്ങനത്തെ സംഭവം. പിന്നെ ഡോണർ സിമനോ സ്പെർം, ലൈക്ക് ഹസ്ബൻഡിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഡോണർ സിമനോ സ്പെർമ യൂസ് ചെയ്യുന്നെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് IUI ചെയ്യാം, അല്ലെങ്കിൽ IVF ചെയ്യാം. പിന്നെ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് സംഭവം, അത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എംബ്രിയോയിലേക്ക്. അപ്പം IVFിൻ്റെ പ്രോസസ്സ് അറിയാലോ, എന്ന് വെച്ചാൽ ആദ്യം ഊസൈറ്റ്സ് ഓവറി ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഊസൈറ്റ്സിനെ എടുക്കും. പിന്നെ സ്പേംസിനെ എടുത്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ചെയ്തത് ലബോറട്ടറിയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുകയല്ലേ. എന്നിട്ട് എംബ്രിയോ സ്റ്റേജിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് എംബ്രിയോ സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കാം. തന്നെ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻഡിക്കേഷൻസ് ഓഫ് IVF. ഇത് 4 മാർക്സിനാണ് ചോദിച്ചേക്കുന്നത്. ഓരോ പോയിന്റും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതിയാൽ മതി. എനിക്കും കറക്റ്റ് അറിയത്തില്ല എന്താണ് വേണം. ഇത്രയുള്ള ഇൻഡിക്കേഷൻസ് ആയിട്ട് ഇങ്ങനെ. പിന്നെ കുറച്ച് എക്സ്പാൻഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്പേം കളക്ട് ചെയ്തിട്ട് ഇത് മെയിനായിട്ടും ഭയങ്കര സിവിയർ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഒരു സ്പേം എടുത്തിട്ട് നമ്മൾ 1 sperm is directly injected into the mature egg, എന്നിട്ട് പിന്നെ ഇൻട്രായൂട്രിൻ ട്രാൻസ്ഫർ നടത്തുന്നു. ഓക്കെ, ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ്. പിന്നെ അടുത്തത് ഗമീറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇത് നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ഓവറി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എഗ് റിട്രീവ് ചെയ്യും. ഓസറ്റ് റിട്രീവ് ചെയ്തിട്ട് ലാപ്രോസ്കോപ്പിക്കലി അതിന് ആ ഓവത്തിനെയും ഒരു അറ്റ്ലീസ്റ്റ് 2 ഓവേനെയും ഒരു 50,000 സ്പേംസിനെയും കൂടി എടുത്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആണ് ഗമീറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. അടുത്ത് സിഫ്റ്റും അതുപോലെ തന്നെ സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് ഇതിനെടുത്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് സൈഗോട്ടിലോട്ട് സൈഗോട്ടിൻ്റെ ട്രാൻസ്ഫർ ചെയ്യും ഫെലോപ്പിയൻ ട്യൂബിലോട്ട്. ഓക്കെ, അടുത്തത് ഗമീറ്റ് ആയിരുന്നു, ഇവിടെ സൈഗോട്ടിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ PROST പ്രോ ന്യൂക്ലിയർ സ്റ്റേജ് ട്രാൻസ്ഫർ. പിന്നെ TET ട്യൂബൽ എംബ്രിയോ ട്രാൻസ്ഫർ. ഫെലോപ്പിയൻ ട്യൂബിലോട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഇൻട്രാസ് സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ്റെ ഒരു പിക്ചർ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒന്നുകൂടി പറയണം. ആദ്യത്തെ നോർമൽ. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് പാരാമീറ്റർ വോളിയൂം ആണ്. വോളിയൂം ഇസ് മോർ ദാൻ 2 milliliters. pH ആൽക്കലൈൻ ആയിരിക്കും, അതർക്ക് ഇപ്പോൾ 7.2 to 8 ആണ് നോർമൽ. സ്പേം കോൺസെൻട്രേഷൻ ഇസ് മോർ ദാൻ 20 million per ml. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ് ഒളിഗോസൂസ്പെർമിയ. ഒളിഗോസൂസ്പെർമിയ തന്നെ ഗ്രേഡ് ചെയ്യാം. മൈൽഡ് ടു മോഡറേറ്റ് 5 to 20 million per ml ആണ്. സിവിയർ ലെസ് ദാൻ 5 million ആണ്. ഓക്കെ, പിന്നെ അടുത്തത് sperm motility. Sperm motility within 60 minutes of ejaculation നോക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 50% should be progressive or 25% should be rapidly progressive. പിന്നെ sperm motility വരുന്ന പ്രോബ്ലം ആണ് എന്തായിരുന്നു, അസ്തനോസൂസ്പെർമിയ, റെഡ്യൂസ്ഡ് sperm motility. ഓക്കെ,
അടുത്തത് മോർഫോളജി. അറ്റ്ലീസ്റ്റ് മോർ ദൻ 30% ഷുഡ് ബി നോർമൽ. മോർഫോളജിയിൽ വരുന്ന പ്രോബ്ലമാണ് ടെററ്റോസൂസ്പെർമിയ, അബ്നോർമൽ ഫോംസ് ഓഫ് സ്പെർം. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഷുഡ് ബി ലെസ് ദാൻ 1 million per ml. കൂടുതലാണെങ്കിൽ വി കോൾ ഇറ്റ് ല്യൂക്കോസൈറ്റോസ്പെർമിയ. ഓക്കെ. പറയണോ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ? ഹലോ, വേണ്ട. ഓക്കെ. ഓക്കെ, താങ്ക് യു. Thank you.